നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ ബാലൻഡിയോർ ആണല്ലോ ചർച്ചാ വിഷയം. 2029 അത് കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് കുറേ ഫുട്ബോൾ പ്രേമികളുള്ളത്. നമ്മൾ ഇന്നലെ സൂപ്പർ ബാലൻഡിയോറിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ സൂപ്പർ ബാലൻഡിയോർ കൊടുത്തത് 30 വർഷത്തെ 3 ഡെക്കേഡിലെ മികച്ച പ്രകടനം പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇനിയുള്ള തവണ അത് അതിന് ശേഷമുള്ള ഡെക്കേഡുകളിലെ പ്രകടനം അനുസരിച്ചായിരിക്കും എന്ന തരത്തിൽ പറഞ്ഞത് ഒരു ക്ലാരിറ്റിയുടെ ഇഷ്യൂ പലർക്കും ഉണ്ടായി തോന്നുന്നു. അങ്ങനെ 30 വർഷത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ 1989 ശേഷം 2019 കൊടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് 2019 കൊടുത്തില്ല, ഇനിയിപ്പോൾ 2029 കൊടുക്കുമെന്ന് പറയുന്നു? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്, ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം അതുപോലെ തന്നെ വസ്തുതകൾ എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. 1989 ആദ്യത്തെ ബാലൻഡിയോർ കൊടുക്കുന്നു. 1989 ആദ്യത്തെ സൂപ്പർ ബാലൻഡിയോർ കൊടുക്കുന്നു. 30 വർഷക്കാലത്തെ ഒരു പ്രകടനം പരിഗണിച്ചു എന്ന് ആ അർത്ഥത്തിലാണ് പറയുന്നത്, 3 ഡെക്കേഡുകൾ എന്നുള്ളത്. പക്ഷേ ഈ സൂപ്പർ ബാലൻഡിയോർ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വൺ ടൈം അവാർഡ് എന്ന രൂപത്തിലാണ് അന്ന് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ കൊടുക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും കൊടുക്കണമെന്നുള്ളത് അത് അവർ തീരുമാനിക്കും. അതിന് കൃത്യമായിട്ടുള്ളൊരു ടൈം ഗ്യാപ്പൊന്നും അവരപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ 2029 കൊടുക്കും എന്നുള്ളത് ഫുട്ബോൾ പ്രേമികളുടെ ഒരു കാഴ്ചപ്പാടാണ്. പലരും സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ 2029 ഞങ്ങൾ സൂപ്പർ ബാലൻഡിയോർ കൊടുക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ആകെ അവർ സൂപ്പർ ബാലൻഡിയോറിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചത് ഒരു വർഷം മുമ്പ് 2025 ജൂണിലാണ്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ഒരേ ഒരു തവണ മാത്രമാണ് സൂപ്പർ ബാലൻഡിയോർ കൊടുത്തിട്ടുള്ളത്. ആർക്കാണെന്നറിയാമോ? ഇനി ഇത്തവണ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും? ഇനി ഒരിക്കൽ കൂടി ഇത് ഇപ്പോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് മെസ്സിയും ബെൻസീമയും അങ്ങനെ കുറേ താരങ്ങളൊക്കെയുള്ള ക്രിസ്ത്യാനോ ഒക്കെയുള്ള ഒരു വീഡിയോ ഒക്കെ പങ്കുവെച്ചുകൊണ്ടാണ് അവരത് ചോദിച്ചത്. അതുമാത്രമാണ് ഈ സമീപകാലത്ത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ സൂപ്പർ ബാലൻഡിയോറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു 2029 സൂപ്പർ ബാലൻഡിയോർ കൊടുക്കുമെന്ന്. അപ്പോൾ വീണ്ടും ആ ചോദ്യം ഉയരുകയാണ്. അപ്പോൾ ഈ 30 വർഷം എന്നുള്ളതോ? 1989 കൊടുത്തതെങ്കിൽ പിന്നെ 99, 2009, 2019 കൊടുക്കേണ്ടതല്ലേ? അതെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ പലരും റിഗ്ഗഡാണ് ബാലൻഡിയോർ, ക്രെഡിബിലിറ്റി പോയി എന്നൊക്കെ പറയുമല്ലോ. ചില ടീംസ് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റിഗ്ഗിങ് അല്ലേ, സോക്കോൾഡ് റിഗ്ഗിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സൂപ്പർ ബാലൻഡിയോർ എന്നുള്ളത് 1989 ഡിസംബർ 24 ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ ഒക്കെ കൊടുക്കുമ്പോൾ അതൊരു സിംഗിൾ പ്രസൻറ്റേഷൻ എന്ന രൂപത്തിൽ കൊടുത്തതാണ്. അതിനി ആവർത്തിക്കുമെന്നോ ആവർത്തിക്കില്ലെന്നോ ഒന്നും ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പറഞ്ഞിട്ടില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം സ്പാനും വെച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഈ 30 ഇയർ മിത്ത് എന്ന് പറയുന്നത് ഫാൻസ് ഈ ഒരു റൂമർ ഈ രൂപത്തിൽ തന്നെ പ്രചരിപ്പിക്കുന്നതായിരുന്നു. 30 വർഷം കഴിഞ്ഞാൽ അടുത്ത സൂപ്പർ ബാലൻഡിയോർ കൊടുക്കുമെന്ന്. അങ്ങനെയെങ്കിൽ 2019 കൊടുക്കേണ്ടതാണ്. എന്നാൽ ഇത് കൊടുക്കാതിരുന്നപ്പോൾ പലരും കോൺസ്പിറസി തിയറീസുമായിട്ട് വന്നു. അത് കൊടുക്കാതിരുന്ന മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ്, ചില താരങ്ങൾക്ക് വേണ്ടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ വെറുതെ പടച്ചു വിടുന്നത് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ അങ്ങനെ ഒരു സംഗതി ഇത്ര വർഷം കൂടുമ്പോൾ കൊടുക്കുക എന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ, ഫ്രാൻസ് ഫുട്ബോൾ ഒരിക്കലും never codified a rule requiring the trophy to be handed out every 30 years and no official plans or 2019 events existed for it. അപ്പോൾ 2019 അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. 2029 ഉണ്ടോ എന്ന് അവരിപ്പോഴും പറഞ്ഞിട്ടില്ല. 30 വർഷത്തിൽ കൊടുക്കും എന്നുള്ളൊരു ഒഫീഷ്യൽ റൂള് ഇതുവരെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ അതാണ് അതിലെ കാര്യം. ഇനി കൊടുത്ത് അത്രേ പറയാൻ പറ്റുള്ളൂ. 2029 40 വർഷത്തെ കണക്കൊക്കെ നോക്കി കൊടുത്ത് അത്രേ ഉള്ളൂ. 2019 കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിനുള്ള ഉത്തരം. അങ്ങനെ കൃത്യമായിട്ടൊരു ടൈം സ്പാനിൽ കൊടുക്കുന്നതല്ല ഇതിനങ്ങനെ ഒരു റൂളുമില്ല. പിന്നെ ഇനി കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ, പോയ കാലഘട്ടത്തിലെ ബാലൻഡിയോറിലെ മികച്ച പ്രകടനം നോക്കിയിട്ടല്ലേ സൂപ്പർ ബാലൻഡിയോർ കൊടുക്കുക. അതിപ്പോൾ ഞാൻ പറയണോ? കൂടുതൽ തവണ ബാലൻഡിയോർ നേടിയത് ആരാ നോക്കിയാൽ പോരെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.